ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ അത്ഭുതകരമായ ടെക്നോളജിക്ക് പിന്നിലെ പവർ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AIയുടെ ഈ ഭീമമായ ഊർജ്ജ ആവശ്യകതയെക്കുറിച്ചും അതിനു പിന്നിൽ നടക്കുന്ന ഒരു വലിയ ഹരിത വിപ്ലവത്തെക്കുറിച്ചുമാണ്. അപ്പോ എന്താ ശരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഓടിക്കുന്നത്? അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറെ കോഡും അൽഗോരിതങ്ങളും മാത്രമാണോ? അല്ല, ഉത്തരം ചിലപ്പോ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം. അതെ, സംഭവം ഊർജമാണ്. ഭീമമായ അളവിലുള്ള ഊർജം. നമ്മൾ AIയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറയുമ്പോഴോ അതിനു പിന്നിൽ വലിയ വലിയ ഡേറ്റാ സെന്ററുകൾ നിർത്താതെ പ്രവർത്തിക്കുകയാണ്. അതിനുവേണ്ട കറണ്ടിന്റെ അളവെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ രാജ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രശ്നത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് AIക്ക് ഇത്രയധികം എനർജി വേണ്ടിവരുന്നത്? ഇത് ശരിക്കും AIയുടെ മാത്രം കാര്യമല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ ഡിജിറ്റൽ കാര്യങ്ങൾക്കും, അതായത് സിനിമ സ്ട്രീം ചെയ്യുന്നതിനും സോഷ്യൽ മീഡിയ നോക്കുന്നതിനും ഇപ്പോഴിതാ AI ഉപയോഗിക്കുന്നതിനും വലിയ അളവിൽ ഊർജം വേണം. ഓരോ ദിവസം കഴിയുന്തോറും ഈ ആവശ്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വേണ്ടേ? ഇവിടെയാണ് നമ്മൾ ക്ലീൻ മാക്സ് എന്ന കമ്പനിയെ പരിചയപ്പെടുന്നത്. അവരെങ്ങനെയാണ് ഈ കളിയെ മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ക്ലീൻ മാക്സ്. അവരുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്തിനാവശ്യമായ ക്ലീൻ എനർജി, അതായത് ശുദ്ധമായ ഊർജം നൽകുക. സിമ്പിളായി പറഞ്ഞാൽ ഇവർ വലിയ സോളാർ, വിൻഡ് ഫാമുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കറണ്ട് AI കമ്പനികൾക്കും മറ്റു വലിയ കോർപ്പറേറ്റുകൾക്കും നേരിട്ട് വിൽക്കുന്നു. ഇതുവഴി ആ കമ്പനികൾക്ക് അവരുടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ പറ്റും, അവരുടെ നെറ്റ് സീറോ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനും സാധിക്കും. ശരി, ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. ഈ കമ്പനി എത്ര വേഗത്തിലാണ് വളരുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. കാരണം ഈ നമ്പറുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവിശ്വസനീയം അല്ലേ? വെറും 2 വർഷം കൊണ്ട് അവർ വിൽക്കുന്ന ഊർജ്ജ പദ്ധതികളുടെ കപ്പാസിറ്റി 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഇത് കാണിക്കുന്നത് അവരുടെ ഈ ഗ്രീൻ എനർജിക്ക് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടെന്നാണ്. ഈ ടൈം ലൈൻ നോക്കിയാൽ ആ വളർച്ചയുടെ വേഗത കൃത്യമായി മനസ്സിലാകും. 1.7 ഗിഗാവാട്ടിൽ നിന്ന് വെറും 2 വർഷം കൊണ്ട് 5.7 ഗിഗാവാട്ടിലേക്ക്. 1 ഗിഗാവാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏകദേശം 10 ലക്ഷം വീടുകൾക്ക് കറണ്ട് കൊടുക്കാനുള്ള പവർ. അപ്പോ ആ ഒരു സ്കെയിലൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ കമ്പനി വലുതാകുന്നുണ്ട്, ശരി. പക്ഷെ അതിനനുസരിച്ച് ലാഭമുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും. കമ്പനിയുടെ ലാഭക്ഷമത, അതായത് EBITDA, ഓരോ വർഷവും 33% വെച്ചാണ് കൂടുന്നത്. ഇത് കാണിക്കുന്നത് അവരുടെ ബിസിനസ് മോഡൽ വളരെ ശക്തമാണെന്നാണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കമ്പനിയുടെ വരുമാനം എങ്ങനെയാണ് കുതിച്ചുയരുന്നതെന്ന് കണ്ടോ? ഒരേ വർഷത്തിലെ 9 മാസക്കാലയളവ് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ 10,502 ദശലക്ഷത്തിൽ നിന്ന് 13,554 ദശലക്ഷം രൂപയിലേക്കാണ് വളർച്ച. പക്ഷേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്. വരുമാനം കൂടുന്നുണ്ട്, ശരി. പക്ഷെ അതിനേക്കാൾ വേഗത്തിലാണ് ലാഭം കൂടുന്നത്. അതിനർത്ഥമെന്താ? അവർ കൂടുതൽ പണം ഉണ്ടാക്കുക മാത്രമല്ല, ഓരോ രൂപയിൽ നിന്നും കൂടുതൽ ലാഭം നേടാനും പഠിക്കുന്നു. അതായത് കൂടുതൽ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വളർച്ചയൊക്കെ കൊള്ളാം. പക്ഷേ ആരാണിതിനു പിന്നിൽ? ആരാണ് ഇത്രയധികം എനർജി വാങ്ങിക്കൂട്ടുന്നത്? അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയധികം ശുദ്ധമായ ഊർജം ആർക്കാണാവശ്യം? ആ ഡിമാൻഡ് എവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെ ഉത്തരം ഒരുപക്ഷേ നിങ്ങളെ അതിശയിപ്പിക്കും. അവരുടെ പുതിയ കസ്റ്റമേഴ്സിൽ ഏകദേശം 42% ഡേറ്റാ സെന്ററുകളും AI കമ്പനികളുമാണ്. അതെ, ടെക് ലോകം തന്നെയാണ് ഇപ്പോൾ ഹരിതഊർജ്ജത്തിന്റെ ഏറ്റവും വലിയ ആവശ്യക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും ചെറിയ പേരുകളല്ല. പ്രിൻസ്റ്റൺ ഡിജിറ്റൽ ഗ്രൂപ്പ്, അയൺ മൗണ്ടൻ, STT ഗ്ലോബൽ, ഇവരൊക്കെ ലോകമെമ്പാടും ഡാറ്റാ സെന്ററുകളുള്ള വമ്പന്മാരാണ്. ഇവരെല്ലാം ഇപ്പോൾ ക്ലീൻ മാക്സിന്റെ ശുദ്ധമായ ഊർജ്ജത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പോ ഇത്രയും വലിയ ഡിമാൻഡ് വരുമ്പോ അത് മീറ്റ് ചെയ്യണ്ടേ? അതിനായിട്ടാണ് ക്ലീൻ മാക്സ് രാജസ്ഥാനിൽ 525 മെഗാവാട്ടിന്റെ ഒരു ഭീമൻ പ്ലാന്റ് തന്നെ ഉണ്ടാക്കുന്നത്. അത് മുഴുവനായും ഈ ടെക് കമ്പനികൾക്ക് വേണ്ടിയാണ്. ശരി, അപ്പോ ഒരു കമ്പനിയുടെ കഥ നമ്മൾ കണ്ടു. പക്ഷേ ഇതിന്റെയൊക്കെ വലിയ ചിത്രം എന്താണ്? ഒരു കമ്പനിയുടെ വളർച്ച എന്നതിലുപരി ഇത് നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ കാണുന്നത് വെറുമൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടല്ല. ഇത് ശരിക്കും ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്.
ടെക്നോളജിയും എനർജിയും തമ്മിലുള്ള ബന്ധം തന്നെ മാറുകയാണ്. ഒരു പുതിയ സാമ്പത്തിക പാരിസ്ഥിതിക യുഗത്തിന്റെ തുടക്കമാണിത്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ വലിയ കഥ നമുക്ക് മൂന്ന് സ്റ്റെപ്പിൽ പറയാം. ഒന്ന്, എഐയും ഡേറ്റയും കാരണം ഊർജത്തിന്റെ ആവശ്യം ഭയങ്കരമായി കൂടി. 2, കമ്പനികൾക്ക് ഫോസിൽ ഇന്ധനങ്ങൾ വേണ്ട, അവർക്ക് ക്ലീൻ എനർജി തന്നെ വേണം. 3, ക്ലീൻമാക്സ് പോലുള്ള കമ്പനികൾ ആ ആവശ്യം നിറവേറ്റാൻ മുന്നോട്ട് വരുന്നു. സിമ്പിൾ. ഈ ഒരു ഉദ്ധരണിയിൽ ഈ പറഞ്ഞതിന്റെ എല്ലാം സത്യമുണ്ട്. അതായത് ടെക്നോളജിക്ക് മുന്നോട്ടു പോകണമെങ്കിൽ അത് ക്ലീൻ എനർജിയിൽ തന്നെ പ്രവർത്തിക്കണം. രണ്ടും കൈകോർത്തു മാത്രമേ ഇനി മുന്നോട്ടു പോകാൻ സാധിക്കൂ. അപ്പോ നമ്മൾ ഈ വിശകലനം നിർത്തുമ്പോൾ ഈ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. നമ്മുടെ ഡിജിറ്റൽ ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ട ശുദ്ധമായ ഊർജം ആര് നൽകും? അതിലും പ്രധാനമായി വേണ്ടത്ര വേഗത്തിൽ അത് നിർമ്മിക്കാൻ അവർക്ക് കഴിയുമോ? ആ ഒരു വലിയ വെല്ലുവിളിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവിയുടെ ഗതി.